ശാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുവല്ലോ. ഈ എപ്പിസോഡിൽ നമ്മുടെ സ്കൂളിലെ തുടർ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ബഹുമാനപ്പെട്ട ഫാദർ വർക്കി കുന്നപ്പള്ളി സ്കൂളിനു വേണ്ടി 3 ഏക്കർ സ്ഥലം വാങ്ങുകയും തുടർന്ന് വികാരിയായി വന്ന ബഹുമാനപ്പെട്ട സക്കറിയാസ് കട്ടക്കലച്ചൻ്റെയും നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരുമൊക്കെ ചേർന്ന് ഗവൺമെന്റിൽ നിവേദനങ്ങൾ കൊടുത്ത് ഇടപെട്ടതിൻ്റെ ഫലമായി 1964 ബഹുമാനപ്പെട്ട കട്ടക്കൽ സക്കറിയാസച്ചൻ്റെ സ്വന്തം പേരിൽ ഉദയഗിരിയിൽ LP സ്കൂൾ അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായി. ഈ വിദ്യാലയം നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കാലാകാലങ്ങളിൽ സേവനം ചെയ്തിട്ടുള്ള എല്ലാ അധ്യാപകരും വളരെ ആത്മാർത്ഥതയോടുകൂടെ സ്കൂളിൻ്റെ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി അക്ഷീണം യത്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാലി ടീച്ചറാണ് ഈ സ്കൂളിൻ്റെ സാരഥിയായിട്ട് ഹെഡ്മിസ്ട്രസ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. നിത്യസ്തുതിക്ക് യോഗ്യനായ യേശുവിന് സ്തുതിഗീതം പാടാൻ സമസ്ത സൃഷ്ടികളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വേദിയിലെത്തുന്നു സംഘഗാനവുമായി UP ഗേൾസ്. നമുക്കെന്നാ ആ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് വരാം. ആകാശക്കോണിൽ തൂവൻ മേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകിടാൻ. നീലാകാശ
കോണിൽ തൂവൻ മേഘത്തേരിൽ ആവനാകും വിശ്വനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. നീലാംബരമേ വാനൊളി തിങ്ങും താരകളെ വാൻമഴവില്ലേ നിന്നൊളിയാൽ പുഞ്ചിരി തൂകും പൊന്നിൻ കതിരവനേ. കാട്ടാറുകളെ കളകളമോതും അരുവികളെ പൂങ്കുരുവികളെ ആഴികളെ ചിന്നിച്ചിതറും പൂത്തിരമാലകളെ ആഴ്ത്തിപ്പാടിടുവിൻ കാവളമേകിടുവിൻ തിരതിരഗീതികളാൽ ഒന്നായി ചേർന്നിടുവിൻ. ഉന്നതനേശൻ നിത്യമഹോന്നതനേശു മഹേശനവൻ മണ്ണിൽ മാനവരക്ഷയൊരുക്കാൻ ജീവൻ നൽകിയവൻ. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരിൽ ആവനാകും വിശ്വനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. പർവ്വതനിരയെ കണ്ണുകൾ ചിമ്മും പൂവുകളെ പൂമ്പാറ്റകളെ തെളിവാനിൽ പാറി നടക്കും കുഞ്ഞിപ്പറവകളെ പൂവാസികളെ മഞ്ഞളിവയിലെ പകലുകളെ പൂമ്പുലരികളെ പൂമഞ്ഞിൻ കൂടെ നടക്കും കാറ്റേ പൂങ്കുളിരെ ആരാധിച്ചിടുവിൻ പാടി നമിച്ചിടുവിൻ ഇനിമൊഴി കേട്ടിടുവാൻ കാതുകളോർത്തിടുവിൻ. എന്നും നമ്മെ കാത്തുപരിക്കും പാലകനവനല്ലോ സത്യവെളിച്ചം പകരാൻ വഴിയിൽ വചന വിളക്കല്ലോ. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരിൽ ആഗതനാകും വിശ്വനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥന് നിത്യം കീർത്തനമേകിടാം. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരിൽ ആവനാകും വിശ്വനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. പാഴ്വസ്തുക്കൾക്ക് പോലും ജീവൻ നൽകിക്കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ഫസില ടീച്ചറും കൂട്ടുകാരും. എൻ്റെ പേര് ഫസീല. ഉദയഗിരി പ്രത്യക്ഷ UP സ്കൂളിൽ അറബിക് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ വർക്ക് എക്സ്പീരിയൻസിന്റെ ഇൻചാർജും എനിക്കാണ്. പഠനത്തോടൊപ്പം തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളും കൂടെ കുട്ടികൾക്ക് നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്
ഈ ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടും പേപ്പറുകൾ കൊണ്ടും ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാനാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആണികൾ കൊണ്ടും നൂലുകൾ കൊണ്ടും കോർത്തിണക്കിക്കൊണ്ട് കുട്ടികൾ പല രൂപങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ട് പല രൂപങ്ങളും ഇവിടെ നിർമ്മിച്ചതായി നമുക്ക് കാണാൻ പറ്റും. പഠനത്തോടൊപ്പം ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഭാവിയിലും നല്ല മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഈ ഒരു കാലത്ത് സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് അതിനെ മാലിന്യ വിമുക്ത നവകേരളമായി മാറ്റാം എന്നുള്ളൊരു കൂടിയാണ് കുട്ടികൾ ചെയ്യുന്നത്. കാരണം ഇന്ന് വലിച്ചെറിയുന്ന ആ ഒരു പ്ലാസ്റ്റിക്കുകളും വേസ്റ്റ് മെറ്റീരിയൽ എന്തൊക്കെയാണോ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കുട്ടികൾ അതിനെ നല്ലൊരു രീതിയിൽ അവരുടെ മനസ്സിലുള്ള കലകളെയും രൂപങ്ങളെല്ലാം കുട്ടികൾ കൊണ്ടുവരികയാണ്. അപ്പം ഈ ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് വരും തലമുറയ്ക്ക് നല്ലൊരു പ്രചോദനമാവട്ടെ എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊരു ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു പ്രവർത്തനം തുടരുന്നത്. വിശുദ്ധ തോമസ് ലഹയുടെ ഭാരത പ്രവേശനവും രക്തസാക്ഷിത്വവും അനുസ്മരിപ്പിക്കുന്ന റംബാൻ പാട്ടിന്റെ ദൃശ്യാവിഷ്കാരവുമായി വേദിയിലെത്തുന്നു 7ാം ക്ലാസ്സിലെ കൂട്ടുകാർ. സാക്ഷാൽ ദൈവം ഒരുവൻ താൻ മതോമായുടെ സുഹൃതത്താൻ. സാക്ഷാൽ ദൈവം ഒരുവൻ താൻ മതോമായുടെ സുഹൃതത്താൻ. സൂക്ഷ്മമതായി ചരിതം പാടുവ നിന്നടിയനു തുണയരുളണമേ. സൂക്ഷ്മമതായി ചരിതം പാടുവ നിന്നടിയനു തുണയരുളണമേ. പെരുമാച്ചോഴന്റെ ആളായുള്ളൂ രാവനോടു സഹിതം കൂടി അറബിയായി കപ്പൽ കയറി മലയങ്കര വന്നെത്തിയില്ല. അറിവിൻ പറവൻ വിശിഹാകാലം 50 ധനുവം രാശിയതിൽ. അറിവിൻ പറവൻ വിശിഹാകാലം 50 ധനുവം രാശിയതിൽ. അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മരണകരം ചായക്കെത്തി പെയ്യാതവിടെ 1 വർഷത്തിൽ അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമോടൊരു 100 പേരെ മമൂദീസായും മുക്കി. ഒരായിരമോടൊരു 100 പേരെ മമൂദീസായും മുക്കി. ആരാധന മുറയോടെ സ്ലീവ സവിച്ചു താനവിടേക്കും. ആരാധന മുറയോടെ സ്ലീവ സവിച്ചു താനവിടേക്കും. വളമേക്കായി നടകൊണ്ടൊരു കാക്ക മംഗളഗ്രാമേ താൻ ചെന്നു പെയ്യാതവിടെയും 1 വർഷത്തിൽ അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമോടൊരു 100 പേരെ മമൂദീസായും മുക്കി. ഒരായിരമോടൊരു 100 പേരെ മമൂദീസായും മുക്കി. അവിടുന്നുടനെ നടകൊണ്ടങ്ങനെ കൊട്ടക്കായൽ ചെന്നെത്തി. അവിടുന്നുടനെ നടകൊണ്ടങ്ങനെ കൊട്ടക്കായൽ ചെന്നെത്തി. തെക്കൻ വഴിയായ യാത്ര പോയി മലയങ്കരയിൽ ചെന്നെത്തി. അരമാസത്ത് ഇതുകൊണ്ടങ്ങനെ പാലഗ്രാമം ചെന്നെത്തി. ഒരു വർഷത്തിടയവിടങ്ങളിലും മകത്തെ അറിയിച്ചപ്പോൾ. ഒരു വർഷത്തിടയവിടങ്ങളിലും മകത്തെ അറിയിച്ചപ്പോൾ. 1050 പേരെ മമൂദീസ മുക്കിയ ശേഷം. 1050 പേരെ മമൂദീസ മുക്കിയ ശേഷം. വന്ദനനിഷ്ഠകളെല്ലാത്തെയും ആയവരൊക്കെ ചെയ്യുവാനായി സുന്ദര ഭാഷയിൽ ഒരു ശ്രീവായും സ്ഥാപിച്ചു താൻ അവിടത്തെ.
മലയാളത്തിനു തിരികെ വരുവാൻ തങ്കരയാത്ര ചെയ്യുമ്പോൾ മലയാളത്തിനു തിരികെ വരുവാൻ തങ്കരയാത്ര ചെയ്യുമ്പോൾ മലാകമാരുടെ തുണയാലെ മലയാറ്റൂർ താൻ വന്നെത്തി മലാകമാരുടെ തുണയാലെ മലയാറ്റൂർ താൻ വന്നെത്തി 250 വിശ്വാസികളെ താൻ മാമോദി സാമുക്കി അവിടുന്ന് അങ്ങനെ കോക്കമംഗലത്തും കൊല്ലത്തും താൻ ചെന്നെത്തി 59 കന്നിയുടന്ത്യം ചൊഴന്റാളും വന്നെത്തി 59 കന്നിയുടന്ത്യം ചൊഴന്റാളും വന്നെത്തി ഇമ്പത്തോടവരോടെ താനും മൈലാപ്പൂർക്കായി നടകൊണ്ടു ഇമ്പത്തോടവരോടെ താനും മൈലാപ്പൂർക്കായി നടകൊണ്ടു വലിയ ശൂലമെടുത്തൊരു ക്രൂരൻ ബലമായി ചെഞ്ചിൽ സ്നേഹായി കുത്തിക്കൊണ്ടവർ അടിയൊഴിച്ചു എംബ്രാന്മാരായവരെല്ലാം മതോമാക്കടലോരെ കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു മതോമാക്കടലോരെ കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു മലാകമാരിവയെല്ലാം അറിയിച്ചു പൗലോസ് മെത്രാനെ മലാകമാരിവയെല്ലാം അറിയിച്ചു പൗലോസ് മെത്രാനെ പൗലോസ് മെത്രാനും പെരുമാളും അവരുടെ കല്യാണകരെല്ലാം ഓടിച്ചെന്നവർ കാളിക്കാവിൻ നയ്യയുള്ളൊരു പാറകൾ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി കുട്ടികൾ അവരുടേതായ ഉന്നതമായ ജോലി മേഖലകളിൽ എത്തിച്ചേർന്ന് നല്ല ജീവിത നിലവാരം ഉറപ്പുവരുത്തി ഇന്ന് ഈ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിറങ്ങിയ അധ്യാപകർക്കൊക്കെ ഈ സ്കൂളിനെക്കുറിച്ച് പറയുവാനും ഈ സ്കൂളിൻ്റെ എല്ലാ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരുന്നതൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഉദയഗിരി എന്ന ഒരു ഗ്രാമത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ചുറ്റോടു ചുറ്റും മലകൾ നിറഞ്ഞ് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാൽ ആ ഉദയഗിരിയെ സമ്പുഷ്ടമാക്കുന്ന നിരവധി കൊച്ചു കൊച്ചു ടൗണുകൾ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഇതിന് ചുറ്റോടുമുണ്ട്. അരിവിളഞ്ഞപോയിൽ, ജയഗിരി, കാർത്തികപുരം, മണക്കടവ്, ചീക്കാട്, താബോർ, ഇവിടെ നിന്നെല്ലാം ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നാണ് പഠിക്കുന്നത്. ഇവിടെ വന്നാണ് അവർ തങ്ങളുടെ വിദ്യാഭ്യാസം അവർ സ്വന്തമാക്കി അറിവിൻ്റെ വെളിച്ചം അവർ നേടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉദയഗിരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉദയഗിരി സ്കൂളിന് മാത്രം, അതായത് ഉദയഗിരി സ്കൂളിലെ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നാൽ അതിൽ ഭൂരിപക്ഷം കുട്ടികളും കർഷകരുടെ മക്കളാണ്. ഈ കർഷകരുടെ മക്കൾ ഇന്നത്തെ ഈ കർഷകരുടെ മക്കൾ ഇവിടെ വന്ന് പഠിച്ച് അവർ വിദ്യാഭ്യാസം സ്വന്തമാക്കി പുറത്തേക്ക് പോയി അവരുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ആ ഒരു വലിയ പ്രത്യാശയോടെ ജീവിക്കുന്ന കുട്ടികളാണ്. വലിയൊരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയിലേക്ക് കടന്നു വന്ന് പഠിച്ച് അറിവിൻ്റെ വെളിച്ചം നേടി അവർ പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. പ്രത്യേകമായിട്ട് ഈ സ്കൂളിനെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴും അഭിമാനം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ സ്കൂള് ഒരുപാട് സൗകര്യങ്ങളോടുകൂടി എല്ലാവിധ ഈ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഏറ്റവും മനോഹരമായി തീർക്കപ്പെട്ട ഒരു സ്കൂളാണ്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും അടുത്തറിയുന്നത് നമ്മുടെ അധ്യാപകരാണ്. കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ എടുത്ത് പ്രോത്സാഹിപ്പിച്ച് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് ഈ സ്കൂളിൻ്റെ സമ്പാദ്യം. അർപ്പണ മനോഭാവത്തോടെയും സേവന മനോഭാവത്തോടെയും ആത്മാർത്ഥമായി ചെയ്യുന്ന ഈ അധ്യാപകർ ഈ സ്കൂളിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ അധ്യാപകരോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന PTA-യും മാനേജ്മെൻറ്റും എല്ലാം ഈ സ്കൂളിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു.
ഓരോ ശിശുവും യേശുവിന്റെ മനോഹരമായ ഓരോ സ്വപ്നമാണ്. തിന്മയുടെ മായാമോഹങ്ങളിൽ കുടുങ്ങി നമ്മിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആക്ഷൻ സോങ്ങുമായി വേദിയിലെത്തുന്ന പ്രത്യാശയിലെ കുരുന്നുകൾ.
എൻ്റെ പേര് സ്നേഹ. ഉദയഗിരി പ്രത്യാശ LP സ്കൂളിലെ LP സ്കൂൾ അധ്യാപികയാണ്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിൽ ശാരീരിക ഉന്മേഷത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് ഇവിടെ നമ്മൾ സൂംബ ക്ലാസ്സുകൾ നടത്തുന്നത്. കുട്ടികളിൽ കലാകായിക മേഖലകളിൽ നല്ല രീതിയിൽ വ്യതിയാനം വന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൂംബ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2 തവണ നടത്തി വരുന്നത്. ഇന്നത്തെ തലമുറയിൽ പെൺകുട്ടികൾ നേരിടുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നോണം ഈ സൂംബ ക്ലാസ്സുകൾ ഉപയോഗപ്രദമാകാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ടായിരുന്നു? ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.